വെൽക്കം ടു മൈ വെന്യൂ. അപ്പൊ ഇന്ന് എന്താ പറയാ, കുറച്ച് ക്രീം കളറിൽ നിന്ന് വിട്ടിട്ട് കുറച്ച് ഓണം കളക്ഷൻസിൽ തന്നെ നമ്മൾ നല്ല ലൈറ്റർ ഷെയ്ഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല ലൈറ്റ് ലാവൻഡർ കളറിലും, ഇത് പ്യുവർ ജോർജറ്റ് ഫാബ്രിക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയബിൾ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രൈ വാഷ് ചെയ്യണം ഫസ്റ്റ് ആയിട്ട്. ഞാൻ അതാ പറയുന്നത്, ലൈറ്റ് ആയിട്ടുള്ള ഒരു ലാവൻഡർ ഷെയ്ഡും പിന്നെ ഇതുപോലെ ഒരു ഓണിയന്റെ തന്നെ ഒരു ഡാർക്കർ ഷെയ്ഡിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു മൗ ഷെയ്ഡ് എന്നൊക്കെ പറയില്ല, അതിന്റെ തന്നെ ഒരു ഡാർക്കർ ടോണിലേക്ക് 2 കളേഴ്സിലേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. ഈ ഡൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫാബ്രിക് ഭയങ്കര സ്മൂത്ത് ആട്ടോ. പ്യുവർ ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. അത് ഇതുപോലെ ഈ ഒരു ലൈൻസ് വരുന്ന ഒരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഈ ഫ്രണ്ട് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനത്തെ ലൈൻസ് താഴോട്ട് പ്ലീറ്റ്സ്, ചെറിയ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് എല്ലാവർക്കും എപ്പോഴും പറഞ്ഞ പോലെ എല്ലാവർക്കും നല്ല ഒതുങ്ങി തോന്നുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പൊ ഞാൻ ഇതിന് ജസ്റ്റ് ദുപ്പട്ടയും കൂടെ പെയർ ചെയ്തു, സെയിം ഫാബ്രിക് തന്നെ കട്ട് ചെയ്തിട്ട് നമ്മൾ ദുപ്പട്ട പെയർ ചെയ്തേ ഉള്ളൂ. വിത്തൗട്ട് ദുപ്പട്ട ഇതുപോലെ പെയർ ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഫ്രണ്ട് നമ്മൾ നെക്ക് ഇതേപോലെ ചെറിയൊരു ബോട്ട് നെക്ക് വെച്ചിട്ട് ചെറിയൊരു വി കട്ടിങ് കൊടുത്ത് ഇതുപോലെ ഒരു ഷേപ്പിലോട്ട്, ഒരു പ്രിൻസസ് കട്ടിന്റെ ആ ഒരു ഷേപ്പിലോട്ട് തന്നെ ഇതും കൊടുത്തേക്കുന്നത്. ലെങ്ത് 48 ആണ് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ ഡ്രൈ വാഷ് ചെയ്യണം, വീണ്ടും പറയുന്നത്. ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ദുപ്പട്ട ടോപ്പ് ഓൺലി വേണം എന്നുള്ളവർ പറഞ്ഞാൽ മതി. വിത്ത് ദുപ്പട്ടയും കൂടി പെയർ ചെയ്യുമ്പോൾ സെയിം ഈ ഫാബ്രിക് തന്നെ കുറച്ചും കൂടെ ഹെവി ആയിട്ടൊരു ലുക്ക് ആയിരിക്കും. ഇതുപോലെ വിത്ത് ദുപ്പട്ടയും കൂടെ പെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന്റെ ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ഡിസൈൻ വരുന്ന ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതുപോലെയാണ്. ഇത് കണ്ടോ, ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലോട്ട് സിൽവർ കളർ ഈ ലൈൻസ് ഇതുപോലെ പോയേക്കുന്നത് കണ്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് ഇതേപോലെ ലുക്ക് തന്നെ വന്നേക്കുന്നത്. ഫ്രണ്ട് ഈ ഒരു പ്രിൻസസ് കട്ട് കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു നമ്മള് താഴോട്ട് ലൈൻസ് സ്ട്രെയിറ്റ് ആയിട്ടും. അപ്പൊ ലെങ്ത് 48 ആണ് വന്നേക്കുന്നത്. അപ്പൊ അടുത്ത കളർ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ അടുത്ത നല്ല അടിപൊളി ഷെയ്ഡാട്ടോ. ഇതുപോലെ കണ്ടോ, നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് സിമ്പിൾ ആയിട്ട് നല്ലതായിട്ട് യൂസ് ചെയ്യാം. ഇതുപോലെ ഇതിനകത്തോട്ട് ആ ഗോൾഡൻ കളർ ലൈൻസ് ആണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതേപോലെ ഉണ്ടാവും. ഇതിന്റെ യോക്ക് ഈ ഒരു ഇത് ഉണ്ടോ, ക്ലോസ് ആയിട്ട് നമ്മൾ കാണിച്ചു തരാം. അപ്പം ഇത് ഈ ഒരു പാറ്റേണും കൂടെ ഞാൻ വേറെ ഇത് കാണിച്ചു തരാം. അപ്പോൾ വിത്തൗട്ട് ദുപ്പട്ട ഇതുപോലെയാണ്. ലെങ്ത് 48 ആണ് വരുന്നത്. ഇതുപോലെ തന്നെ സ്ലീവിന് ലൈനിങ് കൊടുത്തിട്ടുള്ള ഈ ഒരു ലുക്ക് ആയിരിക്കും ഇതുപോലെ ഉണ്ടാവും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് സിംഗിൾ ആയിട്ട് ഇതേപോലെ യൂസ് ചെയ്യാം. താഴെ വേണമെങ്കിൽ ക്രേപ്പ് കൊണ്ടുള്ള ഒരു ബോട്ടം വേണമെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാനിതുപോലെ നമുക്കൊരു ഫ്രോക്ക് പോലെ വേറെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ ഒരു കളർ ഇതേപോലെ ഉണ്ട്. നല്ല അടിപൊളി കളറാട്ടോ. ഇതുപോലെ എന്താ പറയുക, നമുക്കൊരു നൈറ്റ് ഫംഗ്ഷൻസിനൊക്കെയാണ് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. അപ്പം ഇതിനും ഞാൻ ജസ്റ്റ് ദുപ്പട്ട പെയർ ചെയ്തേ ഉള്ളൂ. ദുപ്പട്ട ഇല്ലാണ്ട്, അതല്ല പ്ലെയിൻ ദുപ്പട്ട ആണെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും കേട്ടോ സെറ്റ് ചെയ്യാനായിട്ട്. ഇതുപോലെ സെയിം തന്നെ പാറ്റേണിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതുപോലെ ബോട്ട് നെക്ക് വെച്ചിട്ട് വി കട്ടിങ് വെച്ചിട്ട് ഇതുപോലെ പ്രിൻസസ് കട്ടിന്റെ ഒരു യോക്ക് വെച്ച് ഈ ഒരു ലൈൻസ് നല്ല നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. 3 പീസ് സെറ്റ് ആണെങ്കിൽ നമുക്ക് ഇത്തിരി ടൈം വേണം, അതായത് ബോട്ടവും ദുപ്പട്ടയും സെറ്റ് ചെയ്യണമെങ്കിൽ. ഇത് ഞാൻ ഇതിന്റെ സെയിം ഈ ഫാബ്രിക് വെച്ചിട്ട് തന്നെ ദുപ്പട്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാവും അതിന്റെ ലുക്ക്. ഓക്കെ, അപ്പം ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ്. ബുക്ക് ചെയ്തിട്ട് നമ്മൾ 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.